ഏതോ രാവിലെ തന്നെ ചായ കലക്കിയത്. നീ സമയൊന്നും നോക്കിയേ, ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ താഴോട്ട്. സാധാരണ ഈ സമയത്ത് വരുന്നതാണല്ലോ. വെക്കേഷൻ എല്ലാം കഴിഞ്ഞപ്പോ സാറും പിള്ളേർക്കും മടി പിടിച്ചെന്നാ തോന്നുന്നത്. നീ ഇത് ചെന്ന് വിളിക്കും, ഇല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും പോലും. പിന്നെ നിങ്ങളെ രണ്ടാമത്തെ സാധനം. പക്ഷെ അവന് ഇന്ന് നേരത്തെ തന്നെ, കാരണം ഇന്നാണ് കോളേജ് തുറക്കുന്നത്. ഫ്രഷേഴ്സ് എല്ലാം വരുന്ന ദിവസമല്ലേ. അവൻ ഇന്ന് ലേറ്റ് ആയാൽ അത്ഭുതമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ നേരത്തെ വരും. അതുകൊണ്ട് ഇന്ന് സാറും പിള്ളേരും നേരത്തെ വരാനാണ് സാധ്യത. നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ പോയി വിളിക്കാം. എന്താണ് രാവിലെ എണ്ണ പരിപാടി? എന്തോ കള്ളത്തിൽ ഒപ്പിക്കുവാണെന്ന് തോന്നുന്നല്ലോ. എന്താ കാര്യം? സാറെന്തെയ്യുന്നു നേരത്തെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇറങ്ങിയത്? എന്നാടാ ഒരു കള്ളച്ചിരി. അല്ലടി, വേദന കണ്ടില്ലല്ലോ. സാറ് അവരല്ലേ ആദ്യം വന്ന് ഹാജർ വെക്കുന്നത്. നീ പോയി നോക്കി, നിന്ന് വയ്യെന്ന് നോക്കോ, പോയി നോക്ക. ഒന്നുമില്ലപ്പേ, എനിക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതാ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചേ. അവന്മാരുടെ കൂടെ ഇറങ്ങാൻ നിന്നാ ഞാനിന്ന് ലേറ്റ് ആവും. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ക്ലാസ്സിൽ കയറാൻ. അതാ ഞാൻ ഇറങ്ങിയത്. വേറെ എണീറ്റും പോകുന്നു. അവൻ ആ ബാത്റൂമിലോട്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാ ഉപ്പേ, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് മമ്മിയോട് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങാണേ. ബായ്. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് പപ്പേ. വന്നല്ലോ ഇവിടുത്തെ താരങ്ങൾ. ഇതല്ല അമ്മ, എനിക്ക് സ്പോർട്സ് ടീം കയറണം, ലൈബ്രറി കയറണം. അപ്പൊ ഞങ്ങൾ ഓർത്തു കൃഷ്ണൻ എന്തായാലും നേരത്തെ പോവാ, എന്നാ മൂന്നാർ കൂടെ ഒന്നിച്ച് പോവാന്ന്. അതാ നേരത്തെ ഇറങ്ങിയത്. പിന്നെ ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ടപ്പോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാണേ. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടമ്മ, ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ബൈ ബൈ. ശരിയപ്പാ, ശരിയമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. വൈകിട്ട് കാണാം. ബൈ. എന്നും ഇങ്ങനെ സന്തോഷമില്ലാത്തതിന്റെ പോലെ കണ്ടോണ്ടിരിക്കണോ ഞാന്? സർവേശ്വര, എനിക്ക് എന്തെങ്കിലും ഒരു പ്രതികാരം എത്തി തരണേ. സങ്കടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി അത് ഞാൻ തന്നെ നമുക്ക് കണ്ടെത്തി തരും. നീ ധൈര്യമായിട്ടിരിക്കാൻ. നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടും. അവർ രണ്ടുപേരും നമുക്ക് സത്യം ചെയ്തിട്ടുള്ളതല്ലേ. അവർ രണ്ടുപേരും അതിനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ടാവും. നീ കരയായിട്ടിരിക്കുക. കണ്ടോ, നീയൊക്കെ ഇത് എന്ത് ഭാവിച്ച? നിന്നെയൊക്കെ കൊണ്ടുപോകാന്ന് ഞാൻ പോയി. എനിക്ക് മീറ്റിംഗ് ഉണ്ടോന്ന് വേഗം ഒരുങ്ങി ഇറങ്ങി ജന്തുക്കളെ. എനിക്ക് ഭയങ്കര നോക്കിയിരിക്കുന്നു. അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം. ചേച്ചി 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. എനിക്ക് നല്ല തലയും കൊടുന്ന് ചെയ്യാൻ മതി. ഞാനത് ചെയ്തിട്ട് റെഡിയായിട്ട് വരാം. ആ ഇതുവരെ എഡിറ്റ് കാണില്ല. എന്റെ ചേച്ചി, നീ അവളെ ഒന്ന് പോയി നോക്കുമ്പോഴത്തേക്ക് ഞാൻ റെഡിയായി നിൽക്കും. സത്യം, നീ ചെല്ലേ. അക്കു തന്നെ എണ്ണിച്ചില്ലേ? ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഒക്കെ ഞാൻ പറഞ്ഞത് ഈ പെണ്ണ് അവളെ വിളിച്ചോർത്തിരുവാ. ഇവളെന്തോ ഇവളെ ഇങ്ങനെ ശരിയാക്കും. നോക്കിക്കോ, താമസിച്ച് രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങ് പോകും. പിന്നെ തമിഴ് പിടിച്ച് വരത്തെ കൊണ്ടുവരാൻ ഇവിടെ. അക്കു അക്കു, നീ എണ്ണിക്കുന്നില്ലേ? എന്തുവാടി, എനിക്ക് മീറ്റിംഗ് വേഗം ഒരുങ്ങി വായോ. നമുക്ക് പോകണം. 10 മിനിറ്റ് ഞാൻ തരും. വേഗം ഒരുങ്ങിക്കോണം. ഞാൻ താഴെ കാത്തിരിക്കാം. വേഗം വാ. രാവിലെ കിടന്നാലിക്കുന്നത്. ഓ, ഞാനൊന്ന് ഞാനൊന്ന് വരണോ? വയ്യ. കുഞ്ഞെനിക്ക് വേണ്ടിട്ട് പാവട്ടെ. എനിക്ക് മീറ്റിംഗ് ഉണ്ട്. വേഗം ആട്ടെ. 8:30 ആവുമ്പോഴെങ്കിലും എനിക്കൊക്കെ ചെല്ലണം. ഇത് വേഗം ഒരുങ്ങി വാ. ചിത്ര പൊന്നല്ലേടി, വേഗം വായോ. ആ ശരി, ഞാൻ പോവാ. ഞാൻ വരുവാ. നീ പോയിക്കോ, ഞാൻ എത്തിക്കോളാം. എന്തു പറ്റിയടാ? എന്തെത്തി? അവരെല്ലാം ഒരുങ്ങിയില്ലേ? സാരില്ല, നീ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. അപ്പോഴേക്കും അവള് വരുമെന്നേ. ഇല്ലെങ്കിൽ അമ്മ ചീത്ത പറയാം. മക്കൾ വന്നിന്ന് കഴിക്കാൻ. വന്നല്ലോ അമ്മയുടെ കുഞ്ഞുമണി. വേഗമായോ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ചേച്ചി നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. എന്നെയൊക്കെ വിളിച്ചൊരുക്കി റെഡിയാക്കി കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അവൾക്ക്. അവൾക്ക് മീറ്റിംഗ് ഉണ്ടാകുന്ന നിങ്ങളുടെ എല്ലായിടത്തും ഇന്നലെ രാത്രി പറഞ്ഞിട്ടല്ലേ. എന്താ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഇനി സ്കൂളിലല്ല കോളേജിലാണ് ഉത്തരവാദിത്തം കൂടാൻ പോവാണ്. പിന്നെ
അക്ഷുവിനോടും അമ്മുവിനോടും കുരുത്തക്കേട് ഒപ്പിക്കാനാണ് രണ്ടിൻ്റെയും തീരുമാനമെങ്കിൽ നടക്കില്ല. ഇത് സ്കൂളല്ല കോളേജെന്നുള്ള നല്ല ബോധം ഉണ്ടായിട്ട് വേണം രണ്ടും കൂടെ പോകാൻ. പിന്നെ അപ്പോൾ ഇവളുമാരെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇത് വീട്ടിൽ വന്നതിനോട് പറഞ്ഞോളൂ, ഒന്നും അമക്കാൻ നിൽക്കരുത് കേട്ടോ. വലുതായെന്ന് ഞാൻ നോക്കില്ല. രണ്ടിനും കിട്ടുവാണ്, പറഞ്ഞില്ലെങ്കിൽ മൂന്നിനും കിട്ടുവാണ്. വേണ്ടയച്ചിട്ട് പോകാൻ നോക്കാം. ചില പോയിട്ട് വരാട്ടോ. അപ്പയോട് പറഞ്ഞിട്ട് സൂക്ഷിച്ച് പോയിട്ട് മക്കളെ. അപ്പൊ പറഞ്ഞേക്കാം. ബൈ. ഞാൻ എന്തേടെ ഇന്നവിടെ പോകാനുള്ളതല്ലേ? മൂന്നിന്റെ അടക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്ത് ആളുകള്? 3 പേരും നേരത്തെ പോയി ചേട്ടാ. അക്കുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകാരോട് ഇന്നലെ പറഞ്ഞതാ നേരത്തെ ഒരുങ്ങണം എന്നൊക്കെ. അവസാനം അക്കും 2 ഓടിച്ച് ഇറക്കി കൊണ്ടുപോകേണ്ടി വന്നു, കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകുന്ന പോലെ. അപ്പനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാ പോയത്. ഏതായാലും സമയത്തിന് എത്താൻ പറ്റി. പിന്നെ മക്കളെ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡില് ഒരു ലൈബ്രറി ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തെ സ്റ്റേഴ്സ് ആണ്. അതിന് കയറി പോയിട്ട് റൈറ്റ് സൈഡില് 4ാമത്തതാണ് കേട്ടോ നിങ്ങളുടെ ക്ലാസ് റൂം. നിങ്ങൾ അങ്ങോട്ട് പോകുമല്ലോ. ഞാനൊന്ന് മീറ്റിംഗിൽ പോയിക്കോട്ടെ. സാരിയുടെ ചേച്ചി, അവിടെയല്ല ക്ലാസ് റൂം. ഞങ്ങൾ 2 പേരുണ്ടല്ലോ, ഞങ്ങൾ പോയിക്കോളാം. നീ മീറ്റിങ്ങിന് പോയിക്കോ, കുഴപ്പമില്ല. അടി എന്നാ അങ്ങനെ ആട്ടെ. ഞാനെന്നാ അങ്ങോട്ട് പോവാം. ഇത് 2 പേരോടും കുരുത്തക്കേട് എന്തെങ്കിലും കാണിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ദൈവത്തെ ഓർത്ത് എന്നെ കാണുന്നില്ല. എനിക്ക് പിടിച്ച് ടീനേജ് കൊള്ളാതാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കല്ലേ. എന്നാ ശരി, ഞാൻ ഇനി ഇന്ന് ലേറ്റ് ആവും. ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ ബൈ. ചേച്ചി നിനക്ക് തെറ്റിദ്ധാരണയാണല്ലോ ഇപ്പൊ പടർത്തിയിരിക്കുന്നത് ഇവിടെ. അമ്മോ, ഇങ്ങനെ വിട്ടാൽ ശരിയാവും തോന്നുന്നില്ല. ആ തെറ്റിദ്ധാരണ നമുക്ക് തകർത്തേ പറ്റും. നീ മേടിക്കുന്ന ചേച്ചി, നീ ധൈര്യമായിട്ട് പോകും. അക്കാര്യം ഞങ്ങളായിട്ട് ചുമ്മാ വരുമല്ലേ. നീ ചെല്ലടി ചേച്ചി, ഇവൾ പറയുന്ന കാര്യമാക്കണ്ട. നീ താമസിച്ച നീ മീറ്റിംഗിന് കയറാൻ താമസിക്കേ. നീ ചെല്ലേ, ഞാൻ എന്തെങ്കിലും ആവശ്യമെന്ന് വിളിക്കാം. ശരി എന്നാ, ഹാവ് എ നൈസ് ഡേ ഡിയർ. ബൈ. ലഞ്ച് ബ്രേക്കിന് കാണാം കേട്ടോ. ശരി കാണാൻ നിന്നെ എടുക്കാൻ കേട്ടോ. ശരിയുടെ മക്കളല്ലേ, പിന്നെ ക്ലാസ്സിലേക്ക് അല്ലേ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ബൈ. ലഞ്ച് ബ്രേക്കിന് കാണാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ ടു. ഓ നോ, ഹാവ് എ ഗുഡ് ഡേ. ഫസ്റ്റ് ഡേ അല്ലേ, പോയിട്ട് വാ. ബൈ. എവിടോട്ട് ഓടിച്ചാടി? മീറ്റിംഗ് തുടങ്ങുന്ന സമയം ആവുന്നല്ലേ ഉള്ളൂ. അയ്യോ, എന്താ ടീച്ചേ മുഖത്തൊരു വെപ്രാളൊക്കെ പോലെ? എന്തെങ്കിലും വയ്യേ? ഗുഡ് മോർണിംഗ് സർ. ഒന്നുമില്ല സർ, ആക്ച്വലി എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം ജോയിൻ ചെയ്യാണ്. അപ്പം അവരുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം എന്തോന്നറിയില്ല, എന്തോ വല്ലാണ്ടൊരു ടെൻഷനൊക്കെ പോലെ. കുഴപ്പമില്ല സർ, വാ നമുക്കെന്താ ഒന്നിച്ച് പോവാം അങ്ങോട്ടേക്ക്. എടി പെണ്ണേ, നിനക്ക് എന്തിന്റെ കുഴപ്പാ? രാവിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാൻ. അവളുമാര് കുഞ്ഞു പിള്ളേരാണോ? ആൾമാർക്ക് അറിയത്തില്ലേ? പിന്നെ നമ്മളില്ലേ ഇവിടെ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ ചുമ്മാ. ഞാൻ എന്റെ ആ പൂച്ച കുഞ്ഞിനെ കാണാൻ വന്നായിരുന്നു രാവിലെ. എന്നിട്ട് നീ ചുമ്മാ അവർക്ക് വെറുതെ. ഓ, അതെന്താണെന്നറിയില്ല, രാവിലെ എന്തോ സാരില്ലാതെ വിട്. ഇതെന്താണ് ചിരിക്കല്ലേ? നോക്ക് നോക്ക്, എന്താ പായോ? നമുക്ക് ചായ കുടിച്ചാലോ? വീട്ടിൽ പോണ്ടേ? മാതി നടക്കുന്നു. ലൈബ്രറിയുടെ സ്റ്റെയർ ചെയ്യുമ്പോൾ 4ാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് ഇപ്പൊ സ്റ്റാഫും ആണല്ലോ, ടീച്ചേഴ്സും ഇല്ല. ദൈവമേ, ഇപ്പൊ തെറ്റിയതായിരിക്കും. ഇത് പാറോടാ ചോദിക്കുന്നത്. അവളെ വിളിച്ച കിട്ടിക്കില്ല, അവളെ വീട്ടിൽ നേരിടണം. സാരമില്ല ദിവാ, നമുക്ക് അവളെ കുറെ ചേട്ടന്മാരേക്കില്ലേ, നമുക്ക് വാ അവരോട് പോയി ചോദിക്കാം. അവർക്കറിയായിരിക്കുമല്ലോ, കണ്ടിട്ട് സീരിയസ് ആണെന്ന് തോന്നി. വാ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വരാം. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഈ ഫസ്റ്റ് ഇയർ
ഇംഗ്ലീഷ് ആ ക്ലാസ് ഒന്ന് പറഞ്ഞു തരും. ആക്ച്വലി ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞു തന്നതാ. പക്ഷെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അത് സ്റ്റാഫ് റൂം ആയിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതിനെന്താ, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഒരു സ്റ്റാഫ് റൂം, ആ സ്റ്റാഫ് റൂമിൽ തൊട്ടപ്പുറത്തെ ക്ലാസ് ആണ് നിങ്ങളുള്ളത്. പറഞ്ഞ എന്നാൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്, അതാട്ടോ അങ്ങനെ വന്നത്. കുട്ടിയുടെ പേരെന്താ, എവിടെയാ വരുന്നത്? താങ്ക് യു കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ആക്ച്വലി അവിടെ ചെന്ന് മൊത്തം ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഇങ്ങോട്ട് പോകുന്ന ആരോട് ചോദിക്കണം ഒന്നും അറിയില്ലായിരുന്നു. അപ്പോഴായിട്ടൊന്ന് കേൾക്കേണ്ടത്. വലിയ ഉപകാരമായി. താങ്ക് യു സോ മച്ച്. ഇത് അക്ഷിത, ഇത് ആർപ്പിത, ഇത് ട്വിൻ സിസ്റ്ററാണ്. ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്കാണ് വരുന്നത്. அன்பை பொழிகிறதே ஆனந்த கீற்றே சடசடனு கண் ரெண்டும் தேன் தூவ நனைகிறதே என் படபடனே கை ரெண்டும் சீராட்ட விழுகிறதே நம் தோளில் மாலையே பச்சை மனது பொன்னிறம் அன்பில் சிவந்த பூவிலே சற்றே இரண்ட வானிலை உன்னழகை கண்டதுமே மின்னொளி பெறுதே. എന്തുവാ രാവിലെ റാഗിംഗ് ആണോ? ക്യാമ്പസ് റാഗിംഗ് പാടില്ലെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്താ ഫ്രഷേഴ്സിനും ശൃംഗാരം? നല്ല കേട്ടോ. ഇവര് ക്ലാസ് തപ്പി വന്നതാ. അപ്പം ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഇവരെന്നോരോട് കാര്യം പറഞ്ഞിരിക്കാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് അക്ഷുവിനോട് നല്ല രസമുണ്ട്. ഇവരോട് സംസാരിക്കുന്ന സമയം പോകുന്നേ അറിയുന്നില്ല. അതാ പറ്റിപ്പോയത്. സോറി കേട്ടോ. എന്നോട് പണ്ടേ എല്ലാവരും പറയും എന്നോട് സംസാരിച്ചു സമയം അറിയത്തേയില്ലാതെ. ഞാൻ ഇത്ര തേടിയാണെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായി. ഞാനതിനെ കൊണ്ടത് തോച്ചു. അതിനെതിരെ എന്റർടൈൻമെന്റ് എന്നല്ല പറയുന്നത്, ശൃംഗരിക്കുക എന്നാ പറയുന്നത്. എന്റർടൈനിങ് ആണെന്ന്. അല്ലല്ലേ, ഇതൊന്ന് കൂട്ട് സംസാരിക്കുന്നെങ്ങനെയാണോ ശൃംഗാരാവുന്നത്? അങ്ങനെ ശൃംഗാരാവണം ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്റെയൊക്കെ കണ്ണിന്റെ കുഴപ്പമെന്ന് പറയുന്നത്. വേറെ പണിയൊന്നുമില്ലെങ്കിൽ പോയി 4 അക്ഷരം എടുത്ത് പഠിക്കണം. അങ്ങനെയെങ്കിലും തന്റെയൊക്കെ തലയ്ക്ക് വെളിവ് വരട്ടെ. വേറെ പണിയില്ലാതെ രാവിലെ ഇവിടെ നോക്കും. ആദ്യ ദിവസം തന്നെ എന്റെ ഭഗവാനെ ഇന്ന് നശിപ്പിച്ച് കളഞ്ഞു. നീ ആടങ്ങൾ പൊടിക്ക് തലയ്ക്കുള്ളില്ലാത്ത നെഞ്ചിന്റെ ചന്തയ്ക്ക് ഒരുപാട് ഇങ്ങോട്ടുണ്ടാക്കുന്നവരല്ലേ കളി പഠിപ്പിക്കുകയാണ് ഇത്. ആവശ്യത്തിന് ഇരിക്കുള്ള തിരുന്നാ മതി. പറഞ്ഞേട്ടെ. ഒന്ന് പോടും. രണ്ട് ഈ വർത്താനങ്ങളൊക്കെ പേടിക്കുന്നവരുണ്ടാവും. ആ കൂട്ടത്തിൽ ഈ അക്ഷരക്കൂട്ടുണ്ട തന്തയ്ക്ക് വിളിക്കുന്നു. അതിലുണ്ടോ തന്നെ സംസ്കാരം. എനിക്കിതെന്തുവാ പ്രശ്നം? ഫസ്റ്റ് തേയാപ്പച്ചേ പായൂ. ഒന്ന് പോവാം. സോറി ചേട്ടാ, അവൾ അറിയാതെ. ക്ഷമിക്കട്ടോ, വെരി സോറി. ഇങ്ങോട്ട് എടാ മതി, നീ മതി. ആവശ്യമില്ലാത്ത പോകുന്നവർ മറ്റുള്ളവർ പഴക്കൊണ്ടൊക്കെ നടക്കുന്നു. ഭാവിയിൽ നമുക്ക് പോവാം, ഇവിടെ നിൽക്കണ്ട. സോറി കേട്ടോ, ഞങ്ങളെയും മിസ്റ്റേക്ക് ഉണ്ട്. വെരി സോറി. കൂട്ടുകാരനോട് ചേട്ടനെ ഇച്ചിരി മര്യാദ ഉണ്ടല്ലോ. ഇച്ചിരി ഈ കൂട്ടുകാരനോട് പഠിപ്പിച്ചു കൊടുക്കാൻ. മനുഷ്യരോട് ഇങ്ങനെ ചാടി കടിക്കരുതെന്നിട്ടൊന്ന് പറയും. ഇത്ര മനുഷ്യനാണോ ചെമ്മി? ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോഴേക്കും ഇന്നിപ്പം എന്നും കാണുന്ന ഒരവസ്ഥ ആലോചിച്ച് എന്തോ ചിലക്കത് പോവാൻ പറഞ്ഞു. എനിക്ക് പെരുത്ത് കയറുന്നുണ്ട് അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പോവാൻ തന്നെയാണ് ഉദ്ദേശം. അല്ലാതെ തന്നെ വീട്ടിലേക്ക് തീരെ താല്പര്യമില്ല. രാവിലെ വിളിച്ചിട്ട് മൂന്നും കാണും. മുപ്പോ പ്രശ്നമുണ്ടാക്കാൻ അവരെന്ത് വന്നിച്ച് ചെയ്യട്ടെ. നീ നമുക്ക് പോവാം, നമുക്ക് ഒരുപാട് പണിയുണ്ടല്ലോ. ബായ്. ഇതിപ്പോ എന്താ വേദന പറ്റിയത്? സാധാരണ ആരോടും വേണ്ടാത്ത വിളിക്കാണല്ലോ. ഇതിപ്പോ എന്താ അതൊന്നും ഇന്ത്യയിൽ മാത്രമല്ല, ഭയങ്കരമായിട്ട് ചൂടാവുകയാണല്ലോ. എന്താണോ എന്തോ. എന്തായാലും ഇവര് വാ,
വേറെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, നമുക്ക് ക്ലാസ്സിൽ പോകാം. ഇനി അക്ഷരം എനിക്ക് എന്തിനു ചെയ്യണം? എന്തിനാവശ്യമില്ലാതെ അമ്മേനോട് പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാനാ വന്നത്. ഒരു ചേച്ചി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ അവളുടെ മാർക്കും കൂടെ പോകുന്നത്. അമ്മ പറഞ്ഞു വിട്ട ഓർമ്മയുണ്ടല്ലോ. ഈ ആവശ്യമില്ലാതെ പഠിക്കാൻ പോകല്ലേ. ഇനി നീ ആ ചെറുപ്പം മിണ്ടാൻ പോകരുത് കേട്ടോ. വാ ക്ലാസ്സിൽ പോവാം. നീ പറയുന്ന കേട്ടതൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കിയതെന്ന് നീ കണ്ടതില്ല ഇങ്ങോട്ട് വന്ന് ചൊറിയുന്നത്. നീ പറഞ്ഞ പോലെ ഇനി ആ ചെന്നിനെ കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല. എന്തുവായിരുന്നു ചേട്ടാ, ഒന്ന് ഫുട്ബോൾ കോർട്ട് വരെ വരാമോ? എനിക്ക് അത്യാവശ്യമായിട്ട് ചേട്ടനോട് സംസാരിക്കണം. ഫ്രീ ആകുമ്പോൾ അങ്ങോട്ടൊന്ന് വാ വേഗം. ഇതിനെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടാൻ? ഇനി ഇതിനെന്തെങ്കിലും എന്താടാ, എന്താ വരാൻ പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? വേഗം പറയും, വേറെ നീ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. അല്ല വേഗം ഇനി അവനെന്തെങ്കിലും പേടിക്കാനൊന്നുമില്ല കിച്ചോട്ടാ. ഇത്രയും നാളും വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ അറിയാത്തവൻ ഇന്നത് പ്രകടിപ്പിച്ചു. ഇന്നൊരു പെൺകുട്ടിയോട് അവൻ ദേഷ്യപ്പെട്ടു. നല്ലവണ്ണം ആ പഴയ വീടിനെ പോലെ. അത്രയും വഴക്കിനിടയ്ക്കും എൻ്റെ മനസ്സ് സന്തോഷിക്കായിരുന്നു. നമ്മുടെ വീടിനെ തിരിച്ചു കിട്ടാൻ പോന്നു എന്നെനിക്ക് തോന്നി തുടങ്ങി ചേട്ടാ. ഋഷി മോനെ, നീ എന്തോ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല നീ പറഞ്ഞു വരുന്നത്. എന്താ പറ്റിയത്? എന്ത് വഴക്ക്? ആരോട്? എന്ത് സംഭവം? ഒരു വഴിയില്ലാതെ നിന്ന് നമുക്ക് ദൈവമായിട്ടിട്ട് തന്ന കച്ചി തുരുമ്പാണ് ഈ അക്ഷിത. അത് പിടിച്ച് കയറിയേ ഒക്കുള്ളൂ ഋഷി. നമുക്ക് നമ്മുടെ വേദിനെ തിരിച്ചു കൊണ്ടുവരണം. ആ പഴയ വേദിയില്ലെങ്കിൽ വൃന്ദാവനം ആവില്ല. നമുക്ക് വേണം അവന്, നമ്മുടെ വേദുമായിട്ട്. മക്കളെ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? നന്നായിരുന്നോ? പൊളിച്ചടിക്കുവാണ്ടോ? ഒന്നും പറയണ്ട എൻ്റെ ചേച്ചി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നശിച്ച ദിവസം ഉണ്ടായിട്ട് രാവിലെ വെറുതെ നിന്ന് എൻ്റെ അടുത്ത് ഒരു ചെറുക്കം വന്ന് വഴക്കുണ്ടാക്കി തുടങ്ങിയത്. പിന്നെ ഈ നിമിഷം വരെ വഴക്കേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിഞ്ഞൂടാ ആരെന്നോട് വന്ന് എന്താ സംസാരിച്ചാലും ആ ചെന്തൂല മോഹം എനിക്ക് ഓർമ്മ വരുന്നത്. എന്തോ ചെയ്യാനാ പറയുന്നു. ഇനി വീട്ടിൽ പോയി കാപ്പി പിടിച്ച് കിടന്നോളാം. എന്നാലും ഞാൻ പാലപാടെ നടക്കത്തുള്ളൂ. ചുമ്മാതാടി ചേച്ചി, അയാൾ വന്ന് എന്തോ പറഞ്ഞിട്ട് പൊക്കോട്ടെ. ഇവളെന്തിനാ അതിന് കയറി പിടിക്കുന്നത്? ഇവൾ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമാക്കി. പിന്നെ ഒരു വിധത്തിൽ ഇവിടെ ഞാൻ പിടിച്ചോണ്ട് ക്ലാസ്സിൽ പോയത്. എന്റെ അമ്മോ, എന്തുവായിരുന്നു രണ്ടും കൂടെ? എന്തോ നേരത്തെ പരിചയമുള്ള പോലെ രണ്ടും കൂടെ നിന്നങ്ങ് വഴക്കുണ്ടാക്കുക. അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അവർ ആ കോളേജ് അറിയപ്പെടുന്ന ശത്രുക്കളായി മാറി. പക്ഷെ ആർക്കും അവർ എങ്ങനെയാ വഴക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പലപ്പോഴായി വിച്ചും ഋഷിയും വേലിന്റെയും മാറ്റത്തെ പറ്റി അവർ അച്ഛനമ്മമാരോട് പറഞ്ഞെങ്കിലും അവർ വേദിനെ പറ്റി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നാണെങ്കിലും സുന്ദര കുട്ടിപ്പായിട്ട് ഞാൻ ഒന്നാമത് വീണതാടി. ഇനി നീ എന്തോടെ കൊണ്ട് കഴിച്ചിട്ടുള്ള കൺട്രോളുകൾ കൊണ്ട് കളയല്ലേ? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇതൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. നാച്ചുറൽ ബ്യൂട്ടി കുഞ്ഞു പിടിച്ചിട്ട് കാര്യമില്ല രമണ. അതെ അതെ, നിനക്ക് ഇതിനൊക്കെ മുന്നേ നിന്നാ മതിയല്ലോ. മനുഷ്യന്റെ ബോധമാ പോകുന്നത്. അതൊന്നും നിനക്കറിയില്ലല്ലോ. നിനക്കിത് എന്തോന്നാ? അന്ന് തൊട്ട് ഇങ്ങനെ വരെ അവന്റെ ഒരു മാറ്റമില്ല. ഇത് ഒരിക്കലൊന്നുമല്ല. അല്ലെങ്കിൽ എന്റെ ഹൃദയം ഞാനിങ്ങനെ തുറന്നു കാണിക്കുമ്പോ നിന്നെ പോലുള്ള കൊരങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ഈ ഏലുള്ള അത്ഭുതം കൂടുതൽ എടുത്താലുണ്ടല്ലോ ഒരു അച്ചാടി എന്ന് തരും. എനിക്കെന്നെ മര്യാദ പഠിപ്പിക്കാൻ അറിയാമായിട്ടൊന്നല്ല കേട്ടോ. നീ പഠിപ്പിക്കണം, അതാണ് എന്റെ ആഗ്രഹവും. കൊച്ചെടുക്ക, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നെ ദേഷ്യം പിടിപ്പിക്കാനുണ്ടല്ലോ. വേറെ നിവൃത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മര്യാദ പഠിപ്പിക്കും. നോക്കിക്കോ. ഓൾവേസ് വെൽക്കം ഡിയർ. നീ ആരാണോട് ഇന്റെ വിചാരം? നിന്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് എനിക്ക് നിന്നെ കണ്ട അന്നേ മനസ്സിലായതാ. നിന്നെ പോലുള്ള നേരിട്ട സ്ത്രീകൾ അങ്ങനെ ചെയ്യും.
അത്രയൊക്കെ നിലവാരം എന്തിനൊക്കെ കൊള്ളടി. ആണെന്നിടെ കാണിച്ചവരത് അതിന്റെ പുറകെ പോകുന്ന നിന്നെയൊക്കെ വളർത്തുന്നവർ വേണം ആദ്യം പോയി തല്ലാൻ. നീ അറിയില്ല നിന്റെ തന്തയും തളയും ഉണ്ടോ നിനക്ക് ഈ ഒത്താശ ചെയ്യാനെന്ന്. വായിത്തോന്നിയത് പറഞ്ഞുണ്ടല്ലോ തന്റെ വീട്ടുകാർ. എന്റെ അച്ഛനെ എന്നെ പറ്റി പറയാൻ പോലും നിന്നെ പോലുള്ള തേവിടിച്ചുള്ള നാവ് പോകരുത്. നിന്റെ പോലെ അന്തസ്സില്ലാത്ത വീട്ടുകാരല്ലേ എനിക്കുള്ളത്. അവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. വേദന കൊണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റാതെ അവൾ അലറിക്കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കണ്ട് അവൻ അവളിൽ നിന്നും അടവ് മാറി പുറത്തേക്ക് പോയി. അവൾക്ക് പ്രതികരിക്കാനാവാതെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ എന്ത് പറ്റി? എന്തിനാ നീ കരയുന്നത്? എന്തെങ്കിലും വയ്യേ? ചേച്ചി വിളിക്കണോ? പക്ഷേ നീ എന്തിനോട് പറയേ? ഒന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഹലോ ചേച്ചി, ഞാനാ അമ്മുവാ. ചേച്ചി ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് പോവാണേ. അക്ഷുവിന് എന്തോ പെട്ടെന്ന് വയ്യാതെ തോന്നുന്നു. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ വാശി പിടിക്കുക. ഞാൻ ചേച്ചി വിളിക്കാന്ന് പറഞ്ഞതാ. അവളാ വേണ്ടാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങള് ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നീ ഇത് എന്ത് പണിയാ മോളെ കാണിച്ചേ? അവളങ്ങനെ പറഞ്ഞാൽ നീ എന്നെ ഒന്ന് വിളിക്കണ്ടായിരുന്നോ? ഞാൻ കൂടെ വരില്ലായിരുന്നോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യത്ര വല്ലതും പോണോ? വേണ്ടടി ചേച്ചി, നീ പേടിക്കൊന്നും വേണ്ട. അവൾക്ക് തലവേദനയാണെന്നാ പറഞ്ഞേ. ഒന്ന് ഉറങ്ങിയാൽ ശരിയാവൂല. പിന്നെ ഞങ്ങള് വേഗം അങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ട്യൂട്ടറിനോട് പറയാൻ പറ്റിയില്ല. നീ ടീച്ചറിനോട് പറഞ്ഞേക്കോ ഞങ്ങളിന്ന് പോരുന്ന കാര്യം. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാടി. ശരി, ഓക്കെ, ശരിയാണ് മോളെ. വീട്ടിൽ ചെന്നിട്ട് തന്നെ ഒന്ന് വിളിക്കേ, മറക്കല്ലേ. നിന്നോട് തന്നെ തനിക്ക് എന്തിന്റെ കേടാ? ഞാൻ തന്നോട് ഒന്നിനും വരുന്നില്ലല്ലോ. എന്നെ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ഒന്നും ചെയ്തെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുന്നതാ വിചാരിക്കണം. ഞാൻ കൊട്ടിക്കുന്നുണ്ട്, നോക്കിക്കോ. എടോ എന്നെ ഒന്ന് വീട്ടിടോ. എന്ത് വേണം വേണമെങ്കിൽ തനിക്ക് വട്ടാണോ? നിനക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത് പോരെ തോന്നിയോ? ഇത് നിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോർണിംഗ് ആണ്. ഇനി നീ പാമ്പിടിച്ച ചെറുക്കന്മാരെ വശീകരിക്കാൻ നടന്നാൽ പിന്നൊരു ചോദ്യം പറിച്ചിട്ടും കാണില്ല, ഓർത്തോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യും. താൻ പോയി കേസോട് പണി നോക്കണോ എപ്പോഴും എന്റെ പണി നടക്കാതെ. പിന്നെ നിന്നെ പോലെ താഴ്ന്നവിടെ പുറകെ നടക്കുന്നതല്ലേ ഈ റിക്വയറിന്റെ പണി. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്റെയൊക്കെ കൂടെ ജീവിക്കേണ്ടി വന്നാൽ ഏതവനായാലും പിന്നെ മരിക്കുന്നതായിരിക്കും നല്ലത്. അവളെ ഇറങ്ങിക്കോ. സൂക്ഷിച്ച് സംസാരിക്കണം. വാക്കുകൾ ഒരു വട്ടം പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഓർത്തു. അത് പറയും നീ ആരടി ഉരമിട്ടവളെ? മാറി നിൽക്ക്, എനിക്ക് പോകണം. ഞാൻ ഒച്ച വെക്കും. അതിനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ വെച്ചേക്കാം. നാശം, ഇതിനൊക്കെ ഞാൻ പോവാ. പറഞ്ഞതൊക്കെ നീ ഓർമ്മ വെച്ചോ. പോടാ അവളെന്തിനാ ചെയ്യുന്നത്? എനിക്കറിയില്ല. പിന്നെ ഏറ്റവും അത്ഭുതം എന്താന്ന് വെച്ചാൽ 5 വർഷത്തിനിടയിൽ അമ്മയല്ലാതെ അവൻ ആകെ തൊടുന്ന ഒരു പെണ്ണെന്ന് പറയുന്നത് അക്ഷരയാണ്. അതെ, ഞങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ തൊടുമ്പോൾ ഞാൻ ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുന്നതും എന്നിട്ട് പോകുന്നതൊക്കെ. പക്ഷെ ഇപ്പോൾ പലപ്പോഴായി ഞങ്ങൾ കാണുന്നു അവൻ അങ്ങോട്ട് അവളുടെ കൈ കയറി പിടിക്കുന്നത്, വലിച്ചു കൊണ്ട് പോകുന്നത്. ഇതൊക്കെ ഞങ്ങൾ കാണാനിടയാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അവന് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അച്ഛനോട് പറഞ്ഞേ ഉള്ളൂ അവന്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റം ഉണ്ടെന്ന്. കാരണം മിനിഞ്ഞാന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായി. രാത്രി ഒരാൾ വന്ന് കതവ് കൊട്ടുന്നു. ഞാൻ വന്ന് തുറന്നപ്പോൾ ആരാ? വേദു. എന്താന്ന് വെച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ കിടക്കുന്നതെന്ന്. ഞങ്ങൾ രണ്ടുപേരെ ഇടയ്ക്കാ കിടന്നത്. ആ വേദു ഞങ്ങളുടെ പഴയ വേദനെ പോലെയാ. ഒരുപാട് സംസാരിച്ച് ഞങ്ങളോട് എന്തൊക്കെയോ ഒരുപാട് നേരം സംസാരിച്ചിട്ട് അവൻ ആ സംസാരിച്ച് അവൻ ഉറങ്ങിപ്പോയി. ഇവര് പറയുന്നത് കേട്ടിട്ട് അവളിലെ മാറ്റം അത് അക്ഷരയാണ് കാരണമല്ലേ? അവള് നിസ്സാരക്കാരിയല്ല. നീ എന്തായാലും അവനെ ഒന്ന് വിളിക്കുക.
നമുക്ക് തഞ്ചത്തി കാര്യം എന്തോ ചോദിക്കാം. എന്തിനാ വെറുതെ അടിയിടണമെന്ന് അറിയണമല്ലോ. എടാ മക്കളെ, ശരിയാണോ ഇവന്മാർ പറയുന്നത്? ഇവന്മാർ പറയുവാ നീ ഒരു പെൺകുട്ടിയുമായി ഡെയിലി വഴക്കാണെന്ന്, അതും ഗംഭീര വഴക്ക്. അവളോട് വഴക്കിട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കമില്ല. നിനക്ക് സത്യമാണോടാ? അവരൊന്നും മിണ്ടില്ല അച്ഛാ, നമ്മളോട് അവൻ ഒന്നും മിണ്ടില്ലല്ലോ. അവളെ ഇപ്പൊ കാണണമായിരുന്നു. 100 നാവായനെ അച്ഛനെയും മോന് സ്വിച്ചിട്ട പോലെ. ഇവന്റെ ഭാഗത്ത് തെറ്റെന്നേ ഞാൻ പറയുള്ളൂ അച്ഛാ. ആ പാവം കൊച്ചിനോട് വെറുതെ അങ്ങോട്ട് ചെല്ലുവോ വഴക്കിന്, ഒരു കാര്യമില്ലാതെ. പാവം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവര് പറയുന്ന കേട്ടിട്ട് നീ സിനിമയിലേക്ക് അങ്ങോട്ട് ആദ്യ ശത്രുക്കൾ പിന്നെ ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആവോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങളുടെ പ്രശ്നം എന്താ? വീട്ടിൽ വരുമ്പോഴോ ആകെപ്പാടൊരു സമാധാനം കിട്ടുന്നത്. ഇവിടെ അവളെ പറ്റി ഇത്രയും വർണ്ണിക്കാൻ നിങ്ങൾക്കൊക്കെ എന്തറിയാം? അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണോ? ഓഹ്, എനിക്ക് എല്ലാവരും ഒരുപോലാണ്. ഇവളും അവളെ പോലെ എല്ലാരെയും സ്നേഹം എന്ന് വിരിച്ചതച്ച് ജീവിതം കളിക്കും. എനിക്കുണ്ടായിരുന്നു ഞാൻ ആർക്കും വരാൻ സമ്മതിക്കില്ല. ഇനിയൊരു ലാവണി കൂടെ വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ള കാലം വരെ ഇനിയൊരു ഋഗ്വേദിനെ ഞാൻ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ അവനെന്താ ആ മോളോട് അങ്ങനെയെന്ന്? അവന്റെ ഉള്ളിലെ ഭയമാണ്. അത് മാറണമെങ്കിൽ എല്ലാരും അങ്ങനെയല്ല എന്ന് അവൻ മനസ്സിലാക്കണം. അത് അക്ഷതയ്ക്ക് സാധിക്കും. മതി മതി, എല്ലാവരും ഇനിയിപ്പോ പോയി കിടക്കുക. നാളെ രാവിലെ എല്ലാവർക്കും പോകേണ്ടതില്ല. നമുക്കിത് തകർക്കണം. പിന്നല്ല ഞങ്ങൾ സെറ്റ് നമ്മള് പൊളിക്കും. അക്ഷനെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മള് കെമിസ്ട്രി വർക്കൗട്ട് ആയില്ലെങ്കിലും അക്ഷനെ ആദർശിന്റെയും കലക്കും. രണ്ടുപേരുടെ നിന്നാൽ തന്നെ മെയിൻ ഓറിയന്റല്ലേ. പിന്നെ ഡാൻസ് പറയണോ? പ്രണയമഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് പോയാലും നിനക്ക് ഇതെന്താ വേറെ പണിയില്ല. എന്റെ കൊച്ചു ബ്ലഷ് അടിക്കുന്നു. എന്റെ സർവേശ്വര, എന്റെ അക്ഷമോ അത്ഭുതമാണല്ലോ, മഹാത്ഭുതം. അക്ഷോ എന്തെങ്കിലും ആദർശാണോടി? നിന്നെയൊക്കെ ഞാൻ എന്തുവാ ചെയ്യണ്ടേ? ജന്തുക്കള്. ആഹാ, നോക്കി വന്നില്ല നമ്മുടെ നായകൻ. ഡാർലിംഗ്, സെറ്റ് വൈകിയോടി. ഇങ്ങനെയുണ്ട് ഗ്ലാമറായില്ലേ? ആയുള്ളൂ. ഇതായിരുന്നു ഋത്തിക് റോഷനല്ലേ വരുന്നത്? എടാ, ഉടനെ ഇതുപോലെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾക്ക് കൂടാൻ പറ്റോ? പിന്നെ എന്റെ ഡാർലിംഗ് എപ്പോ ഒക്കെ പറയുന്നു പിറ്റേന്ന് കല്യാണം, അത്ര തന്നെ. ഓ, അപ്പൊ പിന്നെ കെട്ടിയോടും കൂടെ ഒന്നിച്ചറിയല്ലേ ക്ലാസ് വന്നിരുന്ന് പഠിക്കുന്നത്? അതൊക്കെ പോവാൻ പറ അല്ലേ ഡാർലിംഗ്? മേഡം നമ്മൾ നാളെ കിട്ടും അല്ലേ? പിന്നെ എന്തിനാണ് നാളെ വെക്കുന്നത്? ഇന്ന് അവരുടെ നമുക്ക് കൂടെ കിട്ടിയ പോരെ? അല്ല പിന്നെ എന്റെ ഡാർലിങ്ങിന്റെ ഓരോ ബുദ്ധി. ഓക്കെ സ്വീറ്റ് ആട്ടെ, അങ്ങനെ ആട്ടെ. ഇവനെ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചേർ. ആ കിണ്ടി എങ്ങനെ തക്കോടി തിരിച്ചു വെക്കുന്ന ലക്ഷണക്കേടാ. ഓ അതല്ലേ. मेहंदी लगा के रखना, डोली सजा के रखना, मेहंदी लगा के रखना, डोली सजा के रखना, ओहो ओहो। सोनी सोनी अखियों वाली
हमको तू गाली। हम तेरे दीवाने हैं, हम आशिक मस्ताने हैं। जहाँ भी ये जाए बहारें ही छाए, ये खुशियाँ ही पाए, मेरे दिल में तू आती है। मेरे यार की शादी है, मेरे यार की शादी है। വീട് അക്ഷന്റെ കൈയും പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് ഋഷി വെച്ചും ദൂരെ നിന്ന് കാണുന്നു. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ എനിക്കെന്താടോ? എടോ കാലമാടോ ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോടോ. എനിക്ക് പേടിച്ചു, ഞാൻ വീഴും. എടോ നീയുടെ ചെവി കേൾക്കാത്തവനെ എവിടാണോ താൻ കൊണ്ടുപോ? ഇനി നിന്ന് വിളിക്കുന്ന എനിക്കൊന്ന് കാണണം. ഒരു വ്യത്യാസമുണ്ടായി നീ ഇനി ആരും പുറകെ പോവില്ല. അപ്പൊ ബൈ ഡിയർ വൈഫ്. ആഹാ, വന്നോ? എവിടെ പോയതായിരുന്നു ഋഗ്വേദ് ശങ്കർ? ചേട്ടാ എന്താ ഇങ്ങനെ? പിന്നെ നിന്നെ എങ്ങനെ വിളിക്കണം? ഞങ്ങൾക്കറിയാവുന്നതും ഞങ്ങൾ അറിഞ്ഞതുമായിട്ടുള്ള വീടും ഒരിക്കലും ഇപ്പൊ നീ കാണിച്ച പോലെ ചെയ്യില്ല. അതെന്തിന്റെ പേരിലും ആയിക്കോട്ടെ, അതെനിക്ക് ഉറപ്പുണ്ട്. ചേട്ടാ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേക്ക്. എനിക്ക് അവളുടെ ആസം. നിന്റേത് വീതു, നീ എന്താ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നേ? നീ വഴക്കെടുത്തതും അവളെ പറയുന്നതും പോട്ടെ പോട്ടെ എന്ന് വെച്ചിരുന്നത് ഞങ്ങളനി ഒരിക്കലും കൈവിട്ടൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ്. അത് നീ ഇന്ന് തെറ്റിച്ചു. ആ ഒരു തെറ്റിദ്ധാരണ മാർക്കറ്റ്. ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ഋഷി, നീ എന്ത് കാഴ്ച കണ്ടോണ്ടിരിക്കുക? ഇനി ഇവന് നമ്മുടെ വീട്ടിന്റെ ആവശ്യമില്ല. വളർന്നുപോയി അല്ലാണ്ട്. വാ പോകാം. ഇനി നീ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്. ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല നീ ഇന്ന് കാണിച്ചത്. നീ ഇന്ന് ചെയ്യുമെന്ന് ഞാൻ. ഋഷി, നീ വരുന്നുണ്ടോ? അങ്ങോട്ട് ഇറങ്ങി വന്നേ. അമ്മേ, നിങ്ങൾ രണ്ടാളും എവിടെ കിടക്കുക? ചേട്ടാ നീ ഒന്ന് സമാധാനപ്പെട്, ഭീഷപ്പെടാതെ നമുക്ക് വഴി ഉണ്ടാകാം. അച്ഛാ, അമ്മേ, ഒന്ന് ഇറങ്ങി വരുന്നുണ്ടോ? എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ കിടന്ന് ദേഷ്യപ്പെടുന്നത്? അമ്മ എന്താ അച്ഛാ, അമ്മയോട് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം അച്ഛനും മോനെ ലീലാവിലാസങ്ങൾ. എന്താ മോനെ, എന്ത് പറ്റിയിട്ടാ? എന്തിനാ നീ കിടന്ന് ഒച്ച വെക്കുന്നേ? വായു, ഇവിടെ ഇരിക്കുക. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ചേട്ടാ ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഇതിലൂടെ ഇപ്പൊ പറയണ്ടെന്നാണോ നിന്റെ അഭിപ്രായം? ഞാൻ പറയും, അറിയണോ എല്ലാവരും? അമ്മ അറിഞ്ഞോ? അമ്മയുടെ മറ്റേ കല്യാണമായിരുന്നു. അറിഞ്ഞാണില്ല. ദൈവത്തിനായി ചെമ്പിക്ക് നിലവിളക്കെടുത്ത് അവളെ സ്വീകരിക്കേണ്ടി വന്നില്ല. ആ വന്നല്ലോ നമ്മുടെ കഥാനായകൻ. ബാക്കി അവനോട് ചോദിച്ചു. ഋഷി, എന്തോ കാര്യം? എന്തോ ഏതും ദേഷ്യപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് കയറി പോകുന്നത്? അമ്മയുടെ മോനെ നിൽക്കല്ലേ, എല്ലാത്തിനും കൂടെ നിന്ന് എന്നോട് പോലും ഒന്ന് ആലോചിക്കാൻ. ഒന്നുമില്ലെങ്കിൽ എന്റെ പഠിത്തവും ജീവിതവും സാഹചര്യം എല്ലാം മാറ്റി വെച്ചിട്ട് ഇവന്റെ കൂടെ കൂടിയതല്ലേ അമ്മ ഞാൻ. എന്നോട് കൂടി കുറവിലായാലും ഞങ്ങൾ ഈ കഥയേറിയത് ആട്ടം കാണാൻ തുടങ്ങിയിട്ട് കാര്യം എന്താന്ന് വെച്ചാൽ ആരെയും ഒന്ന് തെളിച്ചു പറയും. നാണോ വേദ ഞങ്ങളുടെ മുന്നിൽ നിനക്ക് ഇങ്ങനെ വന്ന് നിൽക്കാന്? പോട്ടെന്ന് വെച്ചപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം. ഇതിന് ഇങ്ങനെ വെട്ടാൻ പറ്റില്ല ശങ്കരേട്ടാ. വിച്ചു, അങ്ങോട്ട് ഇറങ്ങി. ഇത് ഇങ്ങനെ വിട്ടാ ഒക്കൂലല്ലോ. ഒരു തീരുമാനം എടുത്തേ പറ്റൂ. പോട്ടെ കാര്യം തിരക്കി വലിയ പ്രശ്നം അല്ലെന്നറിയുന്നതുകൊണ്ടാ ഇത് ഇത്രയും നീട്ടി വെച്ചത്. ഇനി അത് പറ്റില്ല. എന്താ നിനക്ക് ഇതിൽ എന്ത് തീരുമാനം എടുക്കാം? നീ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഞാനുണ്ടാവും. ശങ്കരേട്ടാ വണ്ടി എടുക്ക്. നമുക്കിപ്പൊ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകണം, അക്ഷിതയുടെ വീട്ടിലേക്ക്. ഇനി വെച്ച് തമിച്ച പറ്റില്ല. ഇവനായിട്ടുണ്ടാക്കി വെച്ചതല്ലേ, താലി കിട്ടിയതല്ലേ. അവൾ ഇനി ഈ വീട്ടിലെ മരുവളായിട്ട് ജീവിക്കും. വെച്ചു എങ്ങനെയും അവളുടെ വീടിന്റെ അഡ്രസ് കണ്ടുപിടിക്കാം. നമുക്ക് കളയാൻ സമയമില്ല, ഇപ്പൊ തന്നെ പോണം. ശരി അമ്മേ, ഞാൻ നകുലിനെ ഒന്ന് വിളിക്കട്ടെ. നിങ്ങളെപ്പോഴേക്ക് റെഡി ആയിക്കോ. അമ്മ അഡ്രസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. വാ മോനെ ഇറങ്ങാം. നീ ഇനി എന്ത് നോക്കി നിൽക്കുവാ വേദ?
പോയി കേരള വണ്ടിയില്. അവൻ നിന്ന് കാഴ്ച കാണുന്നു എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. കുറെ നേരമായിട്ടും അക്ഷനെ കാണാത്തത് കൊണ്ട് അമ്മുക്കും അക്ഷനെ തപ്പിയിറങ്ങി. ദൂരെ നിന്ന് അവര് വരുന്ന കണ്ട അക്ഷു തന്റെ വയറ്റിലെ താലി അവൾ ഒളിപ്പിച്ചു. അവരെ കണ്ടതും അവൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മോളെ അക്ഷു, നീ കരയാണോ? എനിക്ക് എന്താണ് പറ്റിയേ? എന്തിനാണ് മോള് കരയുന്നേ? അക്ഷു, നീ എന്തിനാ കരയുന്നേ? നീ ആ കരച്ചിലൊന്ന് നിർത്തിക്കേ. കാര്യം പറ അക്ഷു. ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ കരഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് പറ്റുന്നില്ല. എന്നെ ഒന്ന് രക്ഷിച്ചേ. എന്നെ ഒന്ന് കൊല്ലുക പ്ലീസ്. ഇനി എനിക്ക് ജീവിക്കണം. ഇത് എന്തുവാണ് നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? ഇവിടെ പെണ്ണ ഉണ്ടായ നീ കരയാതെ വാ. നമുക്ക് വീട്ടിൽ പോവാം, എന്നിട്ട് സംസാരിക്കാം. വായോ. ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് അതിനെ വേണം വാങ്ങാൻ പോലുള്ള ആരാധില്ല. എനിക്ക് എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയൊക്കെ. അമ്മോ പിടിക്ക്. നമുക്ക് നിങ്ങളെ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോവാം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലെത്തി. ഇനി എനിക്ക് ഇങ്ങനെ പറയും എന്താ പറ്റിയതെന്ന്. എന്റെ പൊന്നക്ഷു, നീ ആദ്യം ഈ കരച്ചിലൊന്നും നിർത്ത. എന്നിട്ട് കാര്യം പറയണ്ടേ? എന്തുവായത്? ആഹാ, കല്യാണം കഴിയുമ്പോൾ വരെ വന്നോ? എന്താ എന്തെത്തി? എന്താ 3 മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ലമ്മ, കല്യാണത്തിന് പോയതല്ലേ. ആ ചൂടും തിരക്കൊക്കെ ആയപ്പം നല്ലൊരു ക്ഷീണം. പക്ഷെ നീ എവിടെ പോവാ? എന്തെത്തി? വയ്യ എന്തേലും? ഒന്നുമില്ലമ്മ, അവൾക്ക് നന്നായി തലവേദനിക്കുന്നു ഹോട്ടലിൽ പറഞ്ഞായിരുന്നു. അവള് പോയി റെസ്റ്റ് എടുക്കട്ടെ. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോവാം. എന്തെങ്കിലും നീ വിളിച്ചാൽ മതി അമ്മ. മോളെ പറയടി. കരച്ചിൽ കേട്ട് ഇനി അമ്മ വന്ന ആകെ പ്രശ്നമാവേ. നീ ഞങ്ങളോട് പറയേ എന്താ പറ്റിയത്? അപ്പോ അമ്മു താഴത്തേക്കൊന്ന് ഇറങ്ങി വന്നേ. ഞങ്ങൾ താഴത്തേക്ക് പോയിട്ട് വരാം. അപ്പൊ വരുമ്പോ നീ പറഞ്ഞേ പറ്റുള്ളൂ അക്ഷു. ഇങ്ങനെ ഇരുന്ന് കരയാനൊക്കത്തില്ല. വാമോ, നമുക്ക് പോയിട്ട് വരാം. ചേച്ചി, നീ പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. നിനക്ക് പേടിയാണോ അമ്മോ? വേണ്ട, വാ. അവള് കുറച്ചു നേരം ഒറ്റയ്ക്കേക്കട്ടെ. അവള് നമ്മളുടെ അനിയത്തിയാ. അച്ഛനും അമ്മയ്ക്കും സങ്കടം വരുന്ന രീതിയിൽ അവളൊന്നും ചെയ്യാൻ സാധ്യതയില്ല. അവൾ നല്ല ധൈര്യമുള്ള കുട്ടിയാ. നീ വാ, നമുക്ക് പോയിട്ട് വരാം. താഴേക്കിറങ്ങി ചെന്നതും അക്കുവും വെച്ചും ഒന്ന് ഞെട്ടി. കാരണം അക്കുവിന് രണ്ട് സഹോദരിമാരുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും അത് അക്ഷുവും അമ്മു ആയിരുന്നുവെന്ന് വെച്ചും അറിയില്ലായിരുന്നു. അക്കുവും ഇവരെന്തിനാണ് വന്നത് എന്നറിയാതെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. അമ്മുവിന് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലായില്ല. ശേഷം വേണുകുമാർ തന്റെ മക്കളെ പരിചയപ്പെടുത്തുന്നു. അത് ഏറ്റവും ഇളയവളാണ്. ഇവര് 3 പേരും കൂടി ഇവരുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതാ. വന്നപ്പോഴേക്കും അവൾക്ക് ഭയങ്കര തലവേദന. അവള് കിടക്കുക. ശങ്കർ വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഓ അതെയോ? അപ്പൊ വേണു കാര്യം എന്തെന്നാ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വേണു പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ തെറ്റ് ഞങ്ങളുടെ മകന്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഞങ്ങൾ കണ്ടേ മതിയാവും. ശങ്കർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, വ്യക്തമാക്കാമോ? എന്ത് തെറ്റാണ് എന്റെ കുഞ്ഞ് നിന്നോട് ചെയ്തത്? വന്നപ്പോ തൊട്ട് ആ മുറി കയറിയിരുന്നത് ആ പാവം ഓരോ കള്ളം ഓരോ തവണയായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു. അത് അതിന് വിഷമം മറിക്കാനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിടം? വീണു, ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മാനസികാവസ്ഥ. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? തെറ്റ് പറ്റിപ്പോയി. അത് എങ്ങനെയും നമുക്ക് തിരുത്തേ പറ്റുള്ളൂ. അതെ വേണു, എന്റെ മോൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അതിന് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞങ്ങളും അവനും ചെയ്യാൻ തയ്യാറാണ്. വേണു പൊട്ടിക്കരയാൻ തുടങ്ങി. ഒപ്പം മായ അവരുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടേന്നാണ് ശങ്കർ ഇങ്ങനെ പറഞ്ഞു. വീണുവിന് സമ്മതമാണ് എങ്കിൽ അക്ഷതയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. വേണു ആദ്യം ശങ്കർ പറഞ്ഞതിനോട് യോജിച്ചില്ലെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് അദ്ദേഹത്തിനും തോന്നി. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ എന്ത് വിശ്വസിച്ച് എൻ്റെ മോളെ അയക്കും? അതും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? അക്ഷുവിനെ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ നോക്കും. ഒരു വിഷമവും ഞങ്ങളോ എന്റെ മകനോ അവൾക്കുണ്ടാക്കില്ല. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഇതെനിക്ക് പറയാമോ എന്നറിയില്ല.
പക്ഷെ മൂത്തോൾ നിൽക്കുമ്പോൾ എങ്ങനെയാ ഏറ്റവും ഇളയവളെ? പിന്നെ അമ്മ എന്തെങ്കിലും ഉണ്ടായ എല്ലാരും അറിയില്ലേ എന്റെ മോളുടെ ഈ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കൾ 3 മോൾക്കും നിങ്ങൾക്കും സമ്മതമാണെങ്കിൽ വെച്ചോ വിഷയം കിട്ടുന്നവര്. എന്താ മക്കളാണ് നിങ്ങളുടെ അഭിപ്രായം? അമ്മ, അത് എനിക്ക് സമ്മതമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കളയാനും തയ്യാറാണ്. എല്ലാം അമ്മ പറയുന്ന പോലെ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. വീണു, ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ ഇവരെ സംരക്ഷിച്ചോളാം. നീ ടെൻഷൻ അടിക്കാതെ ഇതിനെ സമ്മതിക്കണം. നമ്മുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. വൃന്ദ അക്ഷുവിനോട് സംസാരിക്കുന്നു. അമ്മുവക്കും അക്ഷുവിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. 3 സഹോദരിമാരും കെട്ടിപ്പിടിച്ച് കരയുന്നു. 3 പേരുടെയും വിവാഹം രജിസ്റ്റർ മാരേജ് നടത്താൻ തീരുമാനിക്കുന്നു. കല്യാണം കഴിഞ്ഞ് വന്നതും വൃന്ദ 3 പേരോടും പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വിച്ചുവിനെയും ഋഷിയെയും വേദിനെയും അവർ ഗാർഡനിലേക്ക് വിളിപ്പിച്ചു. 3 പേരോടും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും അവരുടെ കണ്ണു നനയിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഇങ്ങനൊരു തന്തയും നിലയും നിനക്കൊക്കെ ഉണ്ടെന്നങ്ങ് മറന്നേക്കണം. അവർ കഴുത്തി കിടക്കുന്നത് നിങ്ങൾ കെട്ടിയ താലിയാണ്. ഇഷ്ടത്തോടെ ആവട്ടെ ഇഷ്ടമല്ലാതാവട്ടെ, ഇന്നു മുതൽ അവർ നിങ്ങളുടെ ഭാര്യയാണ്. പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ 2 കൂട്ടർക്കും പാടാണെന്നറിയാം. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നല്ല ജീവിതം തുടങ്ങിയേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളോടെല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ വലിയ ചതിയായി പോകും. അക്കുവാണ് ഞാൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി. പക്ഷെ അമ്മ അക്ഷവും അവളുടെ സിസ്റ്റേഴ്സ് ആയിരുന്നെന്ന് അന്ന് ആ വീട്ടിൽ ചിലങ്ങൾ വരെ എനിക്കറിയില്ലായിരുന്നു. സാരില്ല, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി നമ്മള് അതൊന്നും ഓർക്കുന്നില്ല, എല്ലാം മറക്കുന്നു. ശരിയ, നിങ്ങളും പോയി റെസ്റ്റ് എടുക്കാം. എന്ത് പറ്റുമോ? എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നേ? എടുത്ത് കഴിക്കുക. അതെ, എല്ലാരും കഴിക്കുക. ഇന്നത്തെ ദിവസം ആരും ഒന്നും കഴിച്ചതല്ലോ. അക്ഷു മോളെ, എന്താടാ അമ്മയുടെ കുടുംബം ഇഷ്ടായില്ലേ? അതാണോ കഴിക്കത്തെ? അതുകൊണ്ടൊന്നല്ല, എനിക്കെന്തോ തോന്നും വേണ്ട. അതല്ല മോളെ അക്ഷു, ഞങ്ങൾക്ക് മനസ്സിലാവും മോളെ നിന്റെ അവസ്ഥ. പക്ഷെ നീ നോക്ക്, ആ അമ്മയും അച്ഛനും അവരുടെ 3 ജന്മത്തിന് പ്രായച്ചിത്തം ചെയ്യാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഒരു ചേച്ചി, ഞാൻ കാരണമല്ലേ നിങ്ങൾക്കുള്ള അവസ്ഥ. എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് ക്ഷമിക്കണേ ചേച്ചി. സോറി സോറി. അയ്യേ, ഇത് ഓർത്ത് നോക്കി. നീ കാരണം തന്നെയല്ലേ നമ്മൾ ഇപ്പോഴും ഒന്നിച്ചുള്ളത്. ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒന്നിച്ചുണ്ടാവുമല്ലോ. നീ സങ്കടപ്പെടാതെ എല്ലാം നല്ലതിനാണ് നമുക്ക് വിശ്വസിക്കാം. കരയാതെ അക്ഷു, വായോ കഴിക്കാം. ചേച്ചി ഒരു കാര്യമേ പറയാനുള്ളൂ. വേദനയോടുള്ള ദേഷ്യം പെട്ടെന്ന് നിനക്ക് മാറില്ല, മാറ്റണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ വേദ കാരണം ഉണ്ടായ ആ പ്രശ്നത്തിന് ആ പാവ അച്ഛനും അമ്മയ്ക്കും പങ്കില്ല. അവരെ നീ വിഷമിപ്പിക്കരുത്. വാ, എന്തെങ്കിലും വന്ന് കഴിക്കാം. നമുക്ക് സമയം ഒത്തിരിയായി, നിങ്ങൾ പോയി കിടന്ന് ഞാൻ അമ്മമാരെ അങ്ങോട്ട് വിളിക്കാം. വേണ്ടമ്മ, ഞങ്ങൾ പോയിക്കോളാം. അമ്മ റൂമിലെല്ലാം പറഞ്ഞാൽ മതി. പറഞ്ഞതനുസരിച്ച് 3 പേരും അവരവരുടെ മുറിയിലേക്ക് പോകുന്നു. വിച്ചു ഋഷിയും ദേവി അവന്റെ മുറിയിലേക്ക് തള്ളിവിടുന്നു. ആത്മീക, അങ്ങനെയാണ് എന്റെ പേര്. എന്നോട് അടുപ്പമുള്ളവർ മാത്രമേ എന്നെ അമ്മൂന്ന് വിളിക്കുള്ളൂ. ഓ സോറി, അന്ന് അങ്ങനെയാ പറഞ്ഞു തന്നത്. അതാ ഞാൻ കിടക്കുന്നില്ലേ? എന്തിനാ ഇനിയിപ്പോ കിടന്നിട്ട്? ദൈവം സഹായിച്ച് എന്റെ വീട്ടുകാരെ ഉറക്കം നിങ്ങളുടെ അനിയും കളഞ്ഞില്ലേ? ഇനി അതുകൊണ്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഇനി എന്നെ കിടത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനാണെന്ന് ആർക്കറിയാം. അമ്മു, സൂക്ഷിച്ച് സംസാരിക്കുന്നതാൽ. ശരിയാണ്, അവൻ ചെയ്ത തെറ്റ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും അവനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവന്റെ കൂടെ നിന്ന് കണ്ടറിഞ്ഞതാണ് ഞങ്ങൾ അവന്റെ അവസ്ഥ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ആർക്ക് കേൾക്കണം അവന്റെ അവസ്ഥയെ പറ്റിയുള്ള കഥ? അഥവാ അവൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവന്റെ കൈയെടുപ്പ് ചില്ലറയല്ല. ഇനിയും അവൻ അനുഭവിക്കും. നോക്കിക്കോ. മതി, നിർത്തിക്കോ. തനിക്ക് കിടക്കണമെങ്കിൽ കിടക്കാം, ഇല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ. എല്ലാം ഒന്നിനൊന്നിനും മെച്ചവാ. ഇനി അതിന്റെ ബാക്കിയായിരിക്കും ഇത്. ആ, താ വന്നോ, കയറി വെക്കൂ. ചേട്ടാ, എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഒന്നിനല്ലായിരുന്നു ആഗ്രഹിച്ചത്.
എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുവാണ്. എന്റെ അമ്മു, എന്റെ അക്ഷു, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക. അക്കു, നീ പേടിക്കാണ്ടിരിക്കെ, ഞാൻ ലേഡി, എല്ലാം ശരിയാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഇത്. അവന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് അവൻ അങ്ങനെയൊക്കെ. അത് മാറണമെങ്കിൽ അതിന് അക്ഷനെ പറ്റുള്ളൂ. അക്ഷനെ കൊണ്ട് മാത്രമേ അവനെ ഇനി മാറ്റാൻ പറ്റുള്ളൂ. അക്ഷനും വേദിനും ഒരു നല്ല ജീവിതം ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യും. ഒന്നിച്ചെന്ന് നീ പേടിക്കാണ്ടിരിക്കെ. അപ്പൊ എന്റെ അമ്മു ഋഷി ആരാണെന്നോ എന്താണെന്ന് പോലും അറിയില്ല. നമുക്ക് പാവം ഇതിനിടയ്ക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അമ്മന്റെ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ടാക്കൂ. ഋഷി വേദിനെ പോലല്ല, അവൻ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവക്കിവിടെ എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലും അതൊക്കെ അവൻ മാറ്റിക്കോളും. നീ പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. നീ വാ, കുറെ ദിവസം ആയില്ലേ ഒന്ന് ഉറങ്ങിയിട്ട്, നീ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങ. നിനക്കിപ്പോ സന്തോഷമായി കാണും അല്ലേ? നീ ആഗ്രഹിച്ച ആള് വേറെയാണെങ്കിലും നിന്റെ പ്ലാൻ എല്ലാം നടന്നല്ലോ. അറിയാതെ ആണെങ്കിലും എല്ലാം നേടിയതിന്റെ സന്തോഷമായിരിക്കും അല്ലേടി നിന്റെ ഈ മുഖത്ത്. ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ ഈ ജീവിതം ഞാൻ തന്ന വെറും പിച്ചയാണ്. പിച്ച മൂന്നോ ഇരുന്ന ചിലപ്പോ എന്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരെയും നിനക്ക് ഈ പൂങ്കണ്ണീര് കാണിച്ച് വലയിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ നീ ചേർക്കണ്ട. ഇനി തനിക്ക് എന്താണോ വേണ്ടത്? ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും തനിക്ക് മതിയായില്ലേ? ഞാനും എന്റെ വീട്ടുകാരും തന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നാ ഒരു ഡയലോഗ്. ശരിക്കും നീ അല്ലടി എന്നെ ദ്രോഹിക്കുന്നത്. എന്റെ അമ്മയും അച്ഛനും കൂടി എന്നെ തള്ളിപ്പറഞ്ഞു. എന്റെ ഏട്ടൻ എന്നെ അടിച്ചു, നീ കാരണം. അത് ഞാൻ കാരണം അല്ല ഋഗ്വേദ്. ആണോന്ന് തന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക. എന്നെ താലി വെട്ടാൻ ഞാൻ പറഞ്ഞു, എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോളൂ. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താൻ അനുഭവിക്കും. നോക്കിയോ? ശരിയാ, എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്റെ ഭാര്യ എന്ന വണ്ണം നീ ഇവിടെ സുഖിച്ച് പാടാനാണ് പോകുന്നതെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. ഇനി നശിക്കാൻ ബാക്കിയില്ലാത്ത എന്റെ ജീവിതത്തിലേക്കാണ് നീ വന്നത്. ഇനി ഞാനല്ലടി, നീ അനുഭവിക്കും ഈ ഞാൻ. നോക്കിക്കോ. അല്ലേലും അങ്ങനത്തെ വ്യാമോഹങ്ങളൊന്നും ഇല്ല ഈ അക്ഷുന്. പിന്നെ എന്നെ നിങ്ങൾക്ക് ആർക്കും ഇനി തകർത്താൻ പറ്റില്ല. കാരണം ഈ കഴുത്തിൽ കിടക്കുന്ന താലി മാത്രം മതി എന്റെ മുച്ചോടെ നശിപ്പിക്കാൻ. അത് കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ തകർക്കാൻ പറ്റില്ല. കാരണം തകരാൻ ഇനി അക്ഷു ബാക്കിയില്ല.